സംരംഭകരോട് സംസാരിക്കുന്ന സമയത്ത് അവർ ഒരു കാര്യം പറയും. ഞങ്ങൾ വളരെ വലിയൊരു എമൗണ്ട് ടാക്സ് ഇനത്തിൽ പേ ചെയ്യുന്നുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല, സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിക്കുന്നില്ല എന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയും. എന്നാൽ മറ്റൊരു കൂട്ടം ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ലോൺ എടുത്ത് സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണ് സബ്സിഡികളും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ കയ്യിലുള്ള ഓൺ സേവിങ്സ് വെച്ച് സംരംഭം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല എന്ന് അവർ പറയും. പലപ്പോഴും അറിയാതിരിക്കുന്നതാണ് പ്രശ്നം. അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി അപ്ലൈ ചെയ്യാം. എന്നാൽ അറിയാതിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ലഭിക്കാതെ വരുന്നത്. എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള മൂലധനം വെച്ച് സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 40 ലക്ഷം രൂപയോളം സബ്സിഡി ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, ആർക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ സംരംഭങ്ങൾ ലഭിക്കും തുടങ്ങിയ കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക്, അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ, അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റായി ഒന്ന് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് നോക്കാം. സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കാണ് നിങ്ങൾക്ക് 40 ലക്ഷം രൂപയോളം സബ്സിഡി ഇനത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ബാങ്ക് ലോൺ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധമില്ല, അതായത് ടേം ലോൺ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധമില്ല. സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബേസിക് ആയിട്ടുള്ള അസറ്റ്, അതായത് കെട്ടിടം നിർമ്മിക്കണം, ഭൂമി വാങ്ങിക്കണം, യന്ത്രസാമഗ്രികൾ വാങ്ങിക്കണം, അതേപോലെ തന്നെ അതിനെ വൈദ്യുതീകരിക്കണം, ഓഫീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവിടെ വരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങിക്കണം. ഇനി മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ട് എന്തൊക്കെ തരത്തിലുള്ള അസറ്റുകളാണ് വരുന്നത്, ഇതിലേക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ല, മറിച്ച് ഈ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട ഏരിയകൾക്കാണ് സർക്കാർ സബ്സിഡി ഇനത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ 15%, അതായത് 30 ലക്ഷം രൂപയോളമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ തന്നെ 40 ലക്ഷം രൂപയോളം സബ്സിഡി ഇനത്തിൽ ലഭിക്കുകയും ചെയ്യും. എങ്ങനെ? 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ SC/ST, അതേപോലെ തന്നെ നിങ്ങൾ ഒരു യുവാവാണെങ്കിൽ, അതേപോലെ NRI ആണെങ്കിൽ, ഇങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 40 ലക്ഷം രൂപയോളം സബ്സിഡി ഇനത്തിൽ ലഭിക്കുകയും ചെയ്യും. പിന്നെ കേരളത്തിന്റെ ഘടന എടുത്ത് സംസാരിക്കുന്ന സമയത്ത് മുൻഗണനയുമായി ബന്ധപ്പെട്ട ചില ഏരിയകളുണ്ട്. അതായത് വയനാട്, ഇടുക്കി, പത്തനംതിട്ട എന്ന ജില്ലകൾ. ഈ ജില്ലകളിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ, ഈ ജില്ലകളിലാണ് നിങ്ങൾ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 10% എക്സ്ട്രാ നിങ്ങൾക്ക് ലഭിക്കും, അതായത് 10 ലക്ഷം രൂപ. ഇനി അതേപോലെ തന്നെ നിങ്ങൾ അംഗീകൃത ഏജൻസികളിൽ നിന്ന് നിങ്ങൾ സാങ്കേതിക വിദ്യ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും കിട്ടും 10%, അതായത് 10 ലക്ഷം രൂപയോളം സബ്സിഡി ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ മൊത്തം 40 ലക്ഷം രൂപയാണ് സബ്സിഡി ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ഏതൊക്കെ സംരംഭങ്ങൾക്കാണ് ഇത് ലഭിക്കുന്നത്? കാർഷിക അധിഷ്ഠിത, ഭക്ഷ്യ സംസ്കരണ, അതേപോലെ തന്നെ റബ്ബർ അധിഷ്ഠിത, ഇനി അതേപോലെ 100% കയറ്റുമതി ചെയ്യുന്ന സംരംഭങ്ങൾ, അതേപോലെ തന്നെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭങ്ങൾ, കൂടാതെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ, പാരമ്പര്യ ഊർജവുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിനെ റീസൈക്ലിംഗ് ചെയ്യുക തുടങ്ങിയുള്ള സംരംഭങ്ങൾക്കെല്ലാം തന്നെ ഇത് ലഭിക്കും. 3 തരത്തിലാണ് ഇതിന്റെ സബ്സിഡി വരുന്നത്: സ്റ്റാർട്ടപ്പ്, അതേപോലെ ഇൻവെസ്റ്റ്മെന്റ്, ടെക്നോളജി. ഇങ്ങനെ 3 തരത്തിലാണ് ഇതിന്റെ സപ്പോർട്ട് വരുന്നത്. ആദ്യഘട്ടത്തിൽ വരുന്നത് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സപ്പോർട്ടിംഗ് സ്കീമാണ്. അതായത് സംരംഭം ആരംഭിക്കുന്നതിന് മുമ്പ് നൽകുന്ന സപ്പോർട്ടിംഗ് സ്കീമാണിത്. അതായത് നമ്മൾ ഉൽപാദനം സ്റ്റാർട്ട് ചെയ്തത് അതിന് മുമ്പ് തന്നെ ഇത് അപ്ലൈ ചെയ്തിരിക്കണം. ഇവിടെ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വാണിജ്യ ഉൽപാദനം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അർഹതയുള്ള എമൗണ്ടിന്റെ 50% താഴെ, പരമാവധി 3 ലക്ഷം രൂപ വരെ ഈ ഇനത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട്, അതായത് സ്റ്റാർട്ടപ്പ് സപ്പോർട്ടിംഗ് സ്കീമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് മുഖേന സബ്സിഡി നേടിയെടുക്കാവുന്നതാണ്. രണ്ടാം ഘട്ടം വരുന്നത് ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന കാറ്റഗറി വരുന്ന സമയത്ത് നിങ്ങൾ ഉൽപാദനം ആരംഭിച്ചതിന് ശേഷം 1 വർഷത്തിനുള്ളിലാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. വിപുലീകരണം, വൈവിധ്യവൽക്കരണം, ആധുനികവൽക്കരണം ഇങ്ങനെയുള്ള കാറ്റഗറിയുമായി ബന്ധപ്പെട്ട സ്റ്റേജുകൾക്കാണ് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് സപ്പോർട്ട് നൽകുന്നത്. അടുത്ത സ്റ്റേജ് വരുന്നതാണ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് ടെക്നോളജി വാങ്ങിച്ചിരിക്കണം.
ടെക്നോളജി വാങ്ങിച്ച് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റിന് കിട്ടും അതുമായി ബന്ധപ്പെട്ട മിഷനറി, ഇതിനും കിട്ടും ഈ സപ്പോർട്ട്. ESS എന്ന് പറയുന്ന സ്കീമിൽ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ത്രൂ ആണ്. അപ്പോൾ 1000 രൂപ മുതൽ 1500 രൂപയ്ക്ക് ഇടയിലുള്ള ഒരു എമൗണ്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ആപ്ലിക്കേഷൻ ഫീയും കംപ്ലീറ്റ് ഡോക്യുമെന്റ് എല്ലാം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ESS എന്ന് പറയുന്ന സ്കീമിൽ ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ജില്ലാ വ്യവസായ വകുപ്പ് വഴിയാണ് ഇത് പ്രൊസീഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമുക്ക് ESS എന്ന് പറയുന്ന സ്കീമിലൂടെ സബ്സിഡി നേടിയെടുക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ബാങ്ക് ലോൺ ഒന്നുമില്ലാതെയാണ് സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ സേവിങ്സ് മുഖേനയാണ് നിങ്ങൾ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളെങ്കിൽ, സർക്കാർ നിങ്ങൾക്ക് ഓണ്ടർപ്രണർഷിപ്പ് സപ്പോർട്ടിംഗ് സ്കീമായിട്ട് 40 ലക്ഷം രൂപയോളം സബ്സിഡി ഇനത്തിൽ സർക്കാർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോൺ എടുക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ ഈ വീഡിയോ വളരെയധികം ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.